വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് മോഹൻ ജോസ്. ഭരതൻ സംവിധാനം ചെയ്ത ചാമരത്തിലൂടെയാണ് മോഹൻ ജോസ് സിനിമാ ജീവിതം ആരംഭിച്ചത്. ജോഷി സംവിധാനം ചെയ്ത ലേലത്തിലെ കീരി വാസവൻ എന്ന കഥാപാത്രം മോഹന് കൂടുതൽ മൈലേജ് നൽകി. കരിയറിന്റെ തുടക്കത്തിൽ മോഹൻ ജോസിന് ലഭിച്ച മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു രാജാവിന്റെ മകനിലെ കഥാപാത്രം. മോഹൻലാൽ അവതരിപ്പിച്ച വിൻസെന്റ് ഗോമസിന്റെ സഹായിയായാണ് മോഹൻ ജോസ് വേഷമിട്ടത്. ചിത്രത്തിലേക്ക് താനെത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻ ജോസ്. ആദ്യം ഒരാൾ മാത്രമാണ് വിൻസെന്റ് ഗോമസിന്റെ സഹായിയായി ഉണ്ടായിരുന്നതെന്നും ആ വേഷം ചെയ്യാൻ അന്ന് തിളങ്ങി നിന്നിരുന്ന 2 നടന്മാരെ ഡെന്നിസ് ജോസഫ് സമീപിച്ചിരുന്നെന്നും മോഹൻ ജോസ് പറഞ്ഞു. എന്നാൽ മോഹൻലാലിന്റെ സഹായിയായി അഭിനയിക്കാൻ ആ 2 നടന്മാരും തയ്യാറായിരുന്നില്ലെന്നും അതുകൊണ്ട് ആ കഥാപാത്രത്തെ ഡെന്നിസ് ജോസഫ് 2 പേരായി മാറ്റിയെന്നും മോഹൻ ജോസ് കൂട്ടിച്ചേർത്തു. അതിലൊരാളായാണ് തന്നെ വിളിച്ചതെന്നും മറ്റൊരു സഹായിയായി സുരേഷ് ഗോപിയും എത്തിയെന്ന് മോഹൻ ജോസ് പറഞ്ഞു. ആ സിനിമയിലൂടെയാണ് താൻ ഡെന്നിസിനെ പരിചയപ്പെട്ടതെന്നും പിന്നീട് വളരെ നല്ലൊരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്നും മോഹൻ ജോസ് കൂട്ടിച്ചേർത്തു. അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു മോഹൻ ജോസ്. കരിയറിന്റെ തുടക്കത്തിൽ എനിക്ക് നല്ലൊരു വേഷം കിട്ടിയത് രാജാവിന്റെ മകനിലാണ്. ആ പടത്തിലേക്ക് എന്നെ വിളിച്ചത് ഡെന്നിസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആ പടത്തിൽ വിൻസെന്റ് ഗോമസിന്റെ അസിസ്റ്റന്റായി ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്നത്. ആ വേഷം ചെയ്യാൻ അന്ന് മുൻനിരയിൽ ഉണ്ടായിരുന്ന 2 നടന്മാരെ സമീപിച്ചു. പക്ഷേ നായകന്റെ അസിസ്റ്റന്റായി അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് എന്തു ചെയ്യും എന്ന ചോദ്യം വന്നപ്പോൾ ഡെന്നിസാണ് പറഞ്ഞത്, നമുക്ക് ഈ ക്യാരക്ടറിനെ 2 ആക്കാം. 2 നടന്മാർ ഈ വേഷം ചെയ്യട്ടെ എന്ന്. അങ്ങനെ ആ ക്യാരക്ടറിനെ 2 പേരാക്കി. അതിൽ ഒരാളായി എന്നെയും മറ്റേ ആളായി സുരേഷ് ഗോപിയെയും വിളിച്ചു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ഡെന്നിസുമായി സൗഹൃദത്തിലാകുന്നത്. പിന്നീടങ്ങോട്ട് 35 വർഷക്കാലം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി നിന്നു. മോഹൻ ജോസ് പറഞ്ഞു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.